നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. പലരും വന്ന് കമന്റായിട്ട് ചോദിച്ചു, 4 വീൽ മാത്രമായിട്ടുള്ള 2 വീലിന്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അതെങ്ങനെയാണ് എളുപ്പത്തിൽ പഠിച്ചെടുക്കുക, എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടത്, അത് ആദ്യം മുതലൊരു വീഡിയോ, ഒരു വണ്ടിയൊക്കെ എന്തെല്ലാം ചെയ്യണം അതൊന്ന് കാണിച്ചു തരാമെന്ന് പലരും വന്ന് കമന്റായിട്ട് ചോദിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. ഞാനിപ്പോൾ ഇതിന്റെ വീഡിയോ ചെയ്യുന്ന മാത്രമല്ല, പലരും വിളിച്ചു ചോദിക്കും 2 വീൽ പഠിപ്പിക്കുമെന്ന് ചോദിക്കും. ഞാൻ 2 വീൽ പഠിപ്പിക്കാറില്ല, വീഡിയോ മാത്രം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഒരു സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുക? അപ്പം ആദ്യം മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ അറിയാവുന്ന ആരും ഇത് കണ്ട് നിങ്ങൾ വെറുതെ സമയം കളയണമെന്നില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പലർക്കും ഒരു സ്കൂട്ടിയെ കയറിയെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് കയറിയിരിക്കേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയൊക്കെ ചെയ്ത് സ്റ്റെപ്പായിട്ട് ചെയ്താൽ ഒരു വണ്ടി എളുപ്പത്തിൽ ഓടിക്കാൻ കഴിയുള്ളൂ, അതിന് സ്റ്റെപ്പായിട്ട് കാണിച്ചു തരികയാണ്. അറിയാവുന്ന ആരും ഇത് കണ്ട് വെറുതെ നിങ്ങൾ സമയം കളയണ്ട. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബും ഉണ്ട്, ജോ ഡ്രൈവിംഗ് എന്ന പേരിലാണ് നമ്മുടെ ചാനലിന്റെ പേര്. ഈ പേരിൽ തന്നെയാണ് നമ്മുടെ 3 ചാനലുകളും ഉള്ളത്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. കാരണം നമുക്കൊരു ഷെയറിങ് എന്നുള്ള, പലരും ലൈസൻസ് ഉണ്ടായിട്ടും സ്വന്തം വണ്ടി വീട്ടിലുണ്ടായിട്ടും പലരും ബുദ്ധിമുട്ടുന്നവരുണ്ടെന്ന് വണ്ടിയെ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഷെയർ എടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് 4 വീലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 4 വീലിന്റെ ലൈസൻസ് ഉണ്ട്, വാഹനം വീട്ടിലും ഉണ്ട്, വാഹനം ഓടിക്കണമെന്ന് അതിയെ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കോൺടാക്ട്. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്ത് പ്രാക്ടീസ് പ്രായം കൊണ്ടാണ് നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിച്ച് നടക്കുന്നു. പിന്നെ നമ്മൾ ലൈസൻസും കൈവച്ച് വാഹനമില്ലാണ്ട് എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? ഞാൻ പഠിച്ചതാണെന്നും പറഞ്ഞു. നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ജില്ല ഏതാണ് കരുതേണ്ട. കാരണം പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കും, എൻ്റെ ജില്ലയിൽ വരും, എൻ്റെ ജില്ലയിൽ വരും. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന് ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന്, എൻ്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു സ്കൂട്ടി നമ്മൾ ആദ്യമേ ഓടിക്കുന്ന സമയത്ത്, നമ്മൾ ആദ്യമേ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും സ്കൂട്ടി ഇരിക്കുക. അതായത് ഇങ്ങനെ സ്റ്റാൻഡ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ സ്കൂട്ടിലേക്ക് കയറുന്നു, ഇത് കണ്ട, കയറിയതിനു ശേഷം നമ്മൾ 2 കാലുകൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിൽക്കണം, രണ്ടുപേരും തറയിലായിട്ട് ഇങ്ങനെ. അപ്പൊ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഇറങ്ങി നിൽക്കരുത്, അതുപോലെ ഇങ്ങനെ ഇറങ്ങി വെളിയിലോട്ട് പോകരുത്, അതുകൊണ്ട് അകത്തേക്ക് നമ്മൾ ഉള്ളിലോട്ട് കയറിയിരിക്കരുത്. നമ്മുടെ 2 കാലുകളും ഇതുപോലെ എത്തത്തക്ക പോലെ ആയിരിക്കണം. ഇത് കണ്ടില്ലേ? എന്നാൽ മാത്രമേ നമുക്ക് ഹാൻഡിൽ നേരെ നിവർത്തി വെക്കുന്ന സമയത്ത് നമുക്ക് മറിഞ്ഞു വീഴാതിരിക്കുകയുള്ളൂ. നിങ്ങൾ അതൊരു കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കാലുകൾ എത്തണമെന്നില്ല. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ഇരുന്നതിന് ശേഷം, ഇതാണ് നമ്മുടെ ബ്രേക്കാണ്. ഇത് കണ്ടില്ലേ? ഇത് നമ്മുടെ ബ്രേക്കാണ്. ഇത് നമുക്ക് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഇത് ക്ലച്ച് ഉൾപ്പെടെയാണ് ഈ ബ്രേക്ക് ഇരിക്കുക. അത് നമുക്ക് ഇതിലൂടെ നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മൾ താക്കോൽ ഓരോന്നോരോന്ന് താക്കോൽ ഇട്ടതിന് ശേഷം ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ കൺസോൾ ലൈറ്റുകൾ വരും. അതിനുശേഷം നമ്മൾ ഈ ബ്രേക്കിൽ, ഇത് ക്ലച്ചും ബ്രേക്കും ഉള്ളതാണ്, ഇതിൽ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് ഇത് നമ്മൾ പിടിക്കണം. ഇങ്ങനെ കണ്ട, ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇല്ലല്ലേ? സ്റ്റാർട്ട് ചെയ്തു കണ്ടാ, ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ആക്സിലേറ്ററാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടറാണിത്, അതുപോലെ തന്നെ ഇത് ഹോണ്, അതുപോലെ തന്നെ ഇത് ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലെ ഇൻഡിക്കേറ്റർ. അതിനുശേഷം ഇത് ലൈറ്റ് ആണ്, അതായത് ഇത് പാർക്ക്, ഒന്നുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ആണ്. അപ്പൊ ഈ ഹെഡ്ലൈറ്റ് ഇട്ട് ഇത് നമ്മൾ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന ഇതാണ്, കണ്ട ഈ ഒരു സ്വിച്ച്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ബ്രേക്ക് പ്രസ് ചെയ്തു, കണ്ടല്ലേ? വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇങ്ങനെ കൈ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇവിടുന്ന് കൈകൾ വിടാൻ കഴിയത്തുള്ളൂ. ഇത് കണ്ടില്ലേ? നിങ്ങൾ ഈ ആക്സിലേറ്ററിലൊക്കെ നമ്മൾ ഹാൻഡിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് മുന്നോടി ഇത് കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആയിരിക്കണം. അതായത് ഈ ഇറക്കി നിങ്ങൾ പിടിക്കാൻ പാടില്ല, അതുപോലെ തന്നെ കയറ്റിയും പിടിക്കാൻ പാടില്ല. ഇതുണ്ട്, ഈ രീതിയിൽ ഇങ്ങനെ പിടിക്കണം. നിങ്ങൾ ഇങ്ങനെ കയറ്റിയും ഇറക്കി ഒന്നും പിടിക്കരുത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാനും ബുദ്ധിമുട്ടാകും, അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട സമയത്തും ബുദ്ധിമുട്ടാകും. ഇതാണ് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പം നമുക്ക് നിവർന്ന് ഈ ഒരു ബ്രേക്കിൽ ഇങ്ങനെ കൈ ഇരിക്കത്തോക്കലാണ്. അതായത് ഇങ്ങനെ കയറി നിങ്ങൾ ഇരിക്കരുത്, അത് നമുക്ക് എടുത്തു വെക്കാനും പാട് വരും. അതുപോലെ തന്നെ ഇറങ്ങിപ്പോയാലും
കൊണ്ടുവന്ന് ബ്രേക്കിൽ നമുക്ക് പിടിക്കാൻ പാട് വരും. ഇതാണ് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ബ്രേക്കിൽ നമ്മുടെ കൈ ഹാൻഡിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ബ്രേക്കിൽ ഇങ്ങനെ നിവർത്തി നിങ്ങളിങ്ങനെ കൈ പിടിച്ചതിന് ശേഷം പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ അത് നേരെ എന്ത് ചെയ്യുക, രണ്ടിങ്ങനെ വെക്കുക കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എടുക്കുകയും ഇതുപോലെ തന്നെ ബ്രേക്ക് പിടിക്കേണ്ട സമയത്ത് ഇങ്ങനെ കൃത്യമായിട്ട് കൈ നമുക്ക് കറക്റ്റായിട്ട് വരാൻ സാധിക്കും കേട്ടോ, കൃത്യമായിരിക്കും. അപ്പൊ ഈ ഒരു രീതി വേണം നമ്മുടെ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് കണ്ട. അപ്പൊ നമ്മുടെ ആക്സിലേറ്ററിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കൊടുക്കാൻ കഴിയും കണ്ടോ. അപ്പൊ നമ്മൾ ചെറുതായിട്ട്, നിങ്ങൾ ആക്സിലേറ്റർ ഒരുപാട് കൊടുക്കരുത്. നമുക്ക് ഇത്രയും ആക്സിലേറ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ചില പെട്ടെന്ന് എന്ത് ചെയ്യും, വണ്ടിക്ക് റേസ് ചെയ്ത് സ്പീഡ് കൂടിപ്പോകും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരും. ഇതാണ് നമുക്ക് ചെറുതായിട്ട് ആക്സിലേറ്റർ എന്ന് പറയുന്ന സാധനം നമുക്ക് ചെറുതായിട്ടൊന്ന് മൂവിങ്ങിന് വേണ്ടി മാത്രം വെക്കുക. ബ്രേക്ക് ചെയ്യുന്ന പതിയെ കൈ എടുക്കുക കണ്ടാ. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമേ എടുക്കുമ്പോൾ ഇതുപോലുള്ള സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ആദ്യമേ എടുക്കാൻ നിൽക്കരുത്. നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ നേരെ തന്നെ നിങ്ങൾ ഹാൻഡിലുകൾ ആദ്യമേ വളയ്ക്കരുത്. കാരണം ഈ ഹാൻഡിലുകൾ വളയ്ക്കുന്നിടത്തോടാകുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടാതെ വരും. കാരണം നിങ്ങൾ കൂടുതലും ഇമ്പോർട്ടന്റ് ഹാൻഡിലിന് കൊടുക്കും. ഈ ഹാൻഡിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ നമ്മൾ അതിൽ ബലം പിടിച്ചു പോകും. അപ്പൊ നമുക്ക് ബലം പിടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് തിരിയാതെ വരും, മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലും അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ബലം കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അധികം വളയ്ക്കാതെ നിങ്ങൾ രണ്ട് കാലുകളും കുത്തി ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക കണ്ട. അപ്പൊ നമുക്ക് രണ്ട് കാലുകൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറിഞ്ഞു വീഴത്തില്ല. അപ്പൊ നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടും. നിങ്ങളുടെ കാലിൽ തന്നെ നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് ചരിവാണെങ്കിൽ ഇവിടെ നിൽക്കും, അതുപോലെ ഇങ്ങോട്ട് ചരിഞ്ഞാൽ ഇവിടെ നിൽക്കും. അപ്പോഴാണ് അതായത് കേട്ടോ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇങ്ങനെ വേണം നിങ്ങൾ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഒരു കാലെടുത്ത് വെച്ച് ഇത് വേണം ഞാനൊക്കെ അത് കാണിച്ചു തരാം. ഇതുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഇടത്തെ സൈഡിലോട്ട് ആക്കി വെച്ചു, വലത്തെ കാല് ഞാൻ അവിടെ കയറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പതിയെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ. അപ്പം നമ്മൾ ഇങ്ങോട്ട് ചരിഞ്ഞു പോകരുത്. ഇങ്ങോട്ട് ചരിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാല് കുത്തേണ്ടി വരത്തുള്ളൂ. ഈ ഒരു സൈഡുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ബാലൻസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ കണ്ടാ ഇങ്ങനെ. അപ്പം നമ്മൾ ആക്സിലേറ്റർ അധികം കൊടുക്കരുത്. അപ്പൊ നമ്മൾ ആദ്യമേ അത് ആക്സിലേറ്റർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്സിലേറ്ററുമായിട്ട് ഒരു ബന്ധം കിട്ടണമെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് നോക്കണം. സ്റ്റാർട്ടിങ് ഇട്ടിട്ട് ഇങ്ങനെ ബ്രേക്ക് പിടിച്ചോണ്ട് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് എത്രയും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ സ്പീഡിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നമുക്ക് സ്പീഡ് കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അതേ സ്പീഡ് കൊടുക്കാതെ തന്നെ ആ ഒരു ബാലൻസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. കൃത്യമായിട്ട് ഇങ്ങനെ ഒരു കൈക്ക് വഴക്കം വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ കൈ ഇങ്ങനെ ഈ ആക്സിലേറ്റർ പിടിച്ചാലും ഇങ്ങോട്ട് മാറുകയുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിന്നിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ വളയ്ക്കരുത്, കൊണ്ട് നിർത്തുക. എവിടെയെങ്കിലും സ്ട്രെയിറ്റ് കുറച്ചൊരു 50 മീറ്റർ നമുക്ക് ഫ്രണ്ടിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുക്കും. അവിടെ കൊണ്ട് നിർത്തി നിങ്ങൾ നിർത്തിയതിനു ശേഷം പതുക്കെ തിരിച്ചു വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വീണ്ടും തിരിച്ചുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ഒരു 10 പ്രാവശ്യം നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കാലുകൾ രണ്ടും നമുക്ക് പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് ഓടിക്കാൻ കഴിയും. അതിനുശേഷം മാത്രമേ പ്ലാറ്റ്ഫോമിൽ കാല് രണ്ടും ഉറച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വളവിലൂടെ എന്ത് ചെയ്യാവും, ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ നോക്കാം. അതല്ലാതെ നിങ്ങളിങ്ങനെ സ്പേസ് കുറഞ്ഞിടത്തോളം വീടിന്റെ അവിടെ കേട്ട് നിങ്ങൾ ഉരുട്ടി പഠിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടികൾ കൂടുമെന്നല്ലാതെ പേടി കുറഞ്ഞ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്കൂട്ടി ഓടിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്നതാണ്. ഇതിന്റെ ബാക്കിയുള്ള ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഓരോന്നേരം ഹാൻഡിൽ ബാലൻസ് എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം, അതുപോലെ തന്നെ എങ്ങനെയാണ് കാലുകൾ നിലത്ത് കുത്താതെ എങ്ങനെ ഓടിക്കും, ഇതിനെപ്പറ്റിയൊക്കെ ഓരോ വീഡിയോ ഞാൻ വീണ്ടും ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്നുള്ളത് അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. പിന്നെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റായിട്ട് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ. നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് കമന്റായിട്ട് തന്നെ ചോദിക്കാം. ഞാനത് വീഡിയോ രൂപത്തിൽ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയത് കമന്റായിട്ട് രേഖപ്പെടുത്തും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.